വേൾഡ് കപ്പിന്റെ ആവേശം മണ്ണേരിയിലും അലയടിക്കുകയാണ്. ഫുട്ബോൾ പ്രേമികളായ സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഒരുപോലെ ലോകകപ്പിനെ വരവേൽപ്പിക്കുകയാണ്. വിവിധ ടീമുകളുടെ കൊടികളും ബാനറുകളും സ്ഥാപിച്ചാണ് പ്രദേശവാസികൾ തങ്ങളുടെ ഇഷ്ട ടീമുകൾക്ക് പിന്തുണ അറിയിക്കുന്നത്. വൈകുന്നേരങ്ങളിലായി നിരവധി പേർ ഒത്തുകൂടി മത്സരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലും പ്രവചനങ്ങളിലും സജീവമാണ്. കുട്ടികൾ തങ്ങളുടെ ഇഷ്ട താരങ്ങളുടെ ജേഴ്സികൾ അണിഞ്ഞ് കളിക്കണങ്ങളിലും വീടുകളുടെ പരിസരങ്ങളിലും ഫുട്ബോൾ കളിച്ച് ലോകകപ്പ് ആവേശം പങ്കിടുകയാണ്. സ്ത്രീകളും മത്സരം കാണാൻ ടീമുകളെ പിന്തുണയ്ക്കാനുമായി മുന്നിട്ടിറങ്ങുന്നതും ശ്രദ്ധേയമാണ്. മത്സര ദിവസങ്ങളിൽ കൂട്ടായ്മകളായി മത്സരം കാണുന്നതിന് ഒരുക്കങ്ങളും പ്രദേശത്ത് നടക്കുന്നുണ്ട്. വിവിധ ടീമുകളുടെ ആരാധകർ തമ്മിലുള്ള സൗഹൃദപരമായുള്ള മത്സരവും ആവേശവും മണ്ണേരിയിലെ വേൾഡ് കപ്പ് ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളുടെ ആവേശം അതേ തീവ്രതയിൽ നാട്ടിൻ പുറത്തെ അനുഭവപ്പെടുന്നു എന്നതിന് തെളിവാണ് മണ്ണേരിയിലെ ഈ വേൾഡ് കപ്പ് ആഘോഷങ്ങൾ. പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിപ്പിക്കുന്ന ആഘോഷമായി ലോകകപ്പ് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആവേശത്തിൽ തുടങ്ങിയത് മണ്ണേരിയാണ്. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചരിത്ര നിമിഷം തന്നെ പറയാം. കാരണം നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ടർഫിൽ പോയി കളിക്കുന്നത് സാധാരണയായിട്ട് നാട്ടിലെ ആൺകുട്ടികളായിരിക്കും. എന്നാൽ അതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് ടീം ന്യൂ ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് ടർഫിൽ കളിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല പരിപാടികളും നടത്തലുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു എന്തെങ്കിലും ചിലപ്പോൾ രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിന്റെ പേരിലെല്ലാം എല്ലാവരും ഒത്തിട്ടൊരു പരിപാടി അടുത്ത കാലത്ത് നടന്നിട്ടില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് രാഷ്ട്രീയവും ഇല്ല, അല്ലെ മതവും ഇല്ല, ജാതി അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു നാട്ടിലെ സ്ത്രീകളായാലും കുട്ടികളായാലും അല്ലെ ഈ ഫുട്ബോൾ കളിനെ പ്രേമിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഒരു ഐക്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പം വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. പല ടീമിന്റെയും പിന്നെ ജേഴ്സിയും അതും സംഭവം ഇട്ടിട്ടാണ് എല്ലാവരും ഉള്ളത്. പിന്നെ ഇവിടെ കെട്ടിയ സംഭവങ്ങളെല്ലാം പല പിന്നെ ഇതിനകത്തുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ന്യൂ ഫ്രണ്ട്സിനെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം സന്തോഷം. പിന്നെ നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കുട്ടികൾക്കൊരു കളിസ്ഥലം ഇല്ല എന്നുള്ളത്. അപ്പം ഇവർ നമ്മളോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ലോകകപ്പ് വരുമ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് പ്രവചന മത്സരമായിരുന്നു. അപ്പം ഇത്തവണ എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവം വരുമ്പം പിന്നെ കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെട്ട ഒറ്റൊരു കാര്യമല്ലോ, നമുക്ക് ടർഫിൽ കളിക്കാനൊരു അവസരം ഉണ്ടാക്കി തരണം എന്നുള്ളത്. അപ്പം നാട്ടിൽ അതിനുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി അവർ പറഞ്ഞ കാര്യം ഏറ്റെടുത്തു. അതിന് ആ ഒരു അവിടെ എത്തുമ്പോലെ ഒരു സംഭവമില്ല, അതിന്റെ അടുത്തേക്ക് എത്തുമ്പോലെ അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഉള്ളത്. നിങ്ങൾ മണ്ണേരിക്കാർ കൊണ്ടുപോയി അത് എന്ത് ആഘോഷമായാലും നമ്മൾ ന്യൂ ഫ്രണ്ട്സ് എല്ലാം ഏറ്റെടുത്തിട്ട് നടത്തുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടെ നമ്മളെ മണ്ണേരിക്കിലെ എല്ലാവരും പങ്കെടുക്കലുണ്ടെന്നാണ്. എന്ത് ഓണപരിപാടി ആയാലും അല്ലെ മറ്റുള്ള എന്ത് പരിപാടിക്കും എല്ലാവരും ഒപ്പരം കൂടുതലുണ്ട്. അമ്പിളി പറഞ്ഞ പോലെ കുട്ടികൾ കുറെ ആയി കളിസ്ഥലമായിട്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അവർക്കൊരു സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ അവരൊപ്പം ചേരുന്നു. ഞങ്ങളെ ന്യൂ ഫ്രണ്ട്സ് ഇന്ന് അർജന്റീനക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അതാണ് നമ്മൾ അർജന്റീന പോർച്ചുഗൽ അർജന്റീന. എന്ത് തോന്നുന്നു? സന്തോഷം തന്നെ. ഫുട്ബോളിലേക്ക് കളിക്കാൻ ആവേശത്തോടു കൂടി പോവാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. മണ്ണേരിക്കാർ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളെ ചേച്ചിമാർ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരാണ് നാട്ടിലുള്ളത്. നമ്മളിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ നമ്മളോട് അവര് മറ്റേ ഇങ്ങനെ വന്ന സംഭവം നമ്മൾ പരിപാടി സെറ്റ് ചെയ്യാം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ മുമ്പോട്ട് ഇറങ്ങി വരും. അത് നമുക്ക് ഭയങ്കര ഒരു അഭിമാനവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഈ നാട്ടിലെ ഈ ഫ്ലെക്സ് ബാനർ എല്ലാ ചെറിയ പിള്ളേർ തൊട്ട് പ്രായമായ ആൾക്കാർ വരെ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ എല്ലാ ഫ്ലെക്സ് കെട്ടാനും നമ്മൾ എല്ലാ ടീമും മറ്റെന്താ പറയുക, ഇപ്പോൾ പോർച്ചുഗലിന് കുറച്ച് പിള്ളേരെ ഉള്ളൂവെങ്കിൽ ബാക്കിയുള്ള അർജന്റീന ഫാൻസും സ്പെയിൻ ഫാൻസും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് എല്ലാ ഫ്ലെക്സും കെട്ടിട്ടുള്ളത്. ഒത്തൊരുമയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാണ്ട് മറ്റേ ഇതിന്റെ പേരിൽ നമ്മൾ ബാക്കിയുള്ള പിള്ളേരോട് മറ്റേ ഭയങ്കരമായിട്ടൊരു ഈ വെറുപ്പ് വെച്ച് നിൽക്കുക, അങ്ങനെ ഒരു വെറുപ്പില്ല. സംഭവം നല്ലൊരു ആഘോഷമാക്കണം, നല്ലത് വേൾഡ് കപ്പിനെ എല്ലാവരും കൂടി ഒന്ന് ഏറ്റെടുക്കണം എന്നുള്ള ഒറ്റ ഇതിന്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ അർജന്റീന വെച്ചു, നമുക്ക് മുകളിൽ മറ്റേ പോർച്ചുഗൽ വലിയൊരു ഫ്ലെക്സ് വെച്ചു, അതിന് മേലെ നമ്മൾ വെക്കണം വെച്ചു. പക്ഷെ എല്ലാ പിള്ളേരും നമ്മുടെ കൂടെ എല്ലാത്തിനും സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. മണ്ണേരി കുഞ്ഞു പ്രദേശമാണ്. അത് ഇവർ ചേച്ചിമാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താ പറയേണ്ട ഒരു ഗ്രൗണ്ട് ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഇത്രയും വലിയൊരു മറ്റേ ആഘോഷം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പ്രൊജക്ടർ വെക്കുന്നുണ്ട്, കളി കാണുന്നുണ്ട്, അതെല്ലാം അതിനുള്ള ഒരുക്കങ്ങളിലാണ്. ഇപ്പം ഒരു മാസക്കാലം വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഒരു നാട്. വലിയൊരു സംഭവമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അതെ ഒരുപാട് കുട്ടികളുണ്ടോ? ഒരുപാട് കുട്ടികൾ കളിക്കാൻ അറിയുന്ന കുറെ കുട്ടികളുണ്ട്. ഇപ്പൊ ജോലിയേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഇല്ല, അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വൈബ് മണ്ണേരി ആയാലും ന്യൂ ഫ്രണ്ട്സ് ആയാലും നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വേദി ഒരുക്കി തന്നതിന് വളരെയധികം നന്ദിയായിരുന്നു.
വേൾഡ് കപ്പിന്റെ ഓരോ മത്സരവും ആവേശത്തോടെ കാത്തിരിക്കുന്ന മണ്ണേരിയിലെ ഫുട്ബോൾ പ്രേമികൾ തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ വിജയത്തിനായി പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കളിയുടെ ആവേശവും കൂട്ടായ്മയുടെ സന്തോഷവും നിറഞ്ഞ ലോകകപ്പ് ദിനങ്ങളാണ് മണ്ണേരിയിൽ ഇപ്പോൾ കടന്നു പോകുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജന്റ്.